ആഫ്രിക്കൻ വൻകര പിളരുന്നതിനെക്കുറിച്ചും ഗ്രഹത്തിലെ ഏറ്റവും വലിയ കൊടുമുടി രൂപപ്പെടുത്തിയ ശക്തികളെക്കുറിച്ചുമെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിന് താഴെ മനുഷ്യൻ്റെ കാലടികൾ എത്താത്ത ആഴങ്ങളിൽ കോടിക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന ഒരു നിശബ്ദ യുദ്ധമുണ്ട്. അതാണ് ടെക്ടോണിക് ഫലകങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. പലപ്പോഴും വിദൂരമായി തോന്നുന്ന ഈ ഭൗമ പ്രക്രിയകൾ നമ്മുടെ ഭൂപ്രകൃതിയെയും കാലാവസ്ഥയെയും ഒരുപക്ഷെ നമ്മുടെ ഭാവിയെയും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഭൂമിയുടെ ശാസ്ത്രലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ ഒരു നിർണായക ഭൗമ പ്രക്രിയ നടക്കുന്നുവെന്ന വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. ഹിമാലയത്തെയും ടിബറ്റൻ പീഠഭൂമിയെയും താങ്ങി നിർത്തുന്ന ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് ടിബറ്റിൻ്റെ അടിയിൽ വെച്ച് രണ്ടായി വിഘടിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കൂട്ടിയിടിയുടെ പരിണിത ഫലങ്ങളെക്കുറിച്ചിട്ടുള്ള നമ്മുടെ അറിവിനെ അടിമുടി മാറ്റിയെഴുതാൻ കഴിവുള്ള ഒരു കണ്ടെത്തലാണ് ഇത്. 2023 അമേരിക്കൻ ജിയോഫിസിക്കൽ യൂണിയൻ കോൺഫറൻസിൽ അവതരിപ്പിച്ച ഈ പഠനം കേവലം ഒരു ഭൂമിശാസ്ത്ര രഹസ്യം എന്നതിലുപരി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂകമ്പ സാധ്യതകളെക്കുറിച്ചും ഭൂമിയുടെ പരിണാമത്തെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെയാണ് മാറ്റിമറിക്കുന്നത്. ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ വിഘടനം മനസ്സിലാക്കുന്നതിന് ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടിയിടിയെക്കുറിച്ച് നാം അറിയണം. ഒരു കാലത്ത് ഗോണ്ട്വാന എന്ന അതിഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യ വടക്കോട്ടുള്ള യാത്രയ്ക്കൊടുവിൽ യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും പ്രധാന ഭാഗം ഉൾക്കൊള്ളുന്ന യൂറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചു. ഈ കൂട്ടിയിടി ഒരു സാധാരണ അപകടമായിരുന്നില്ല. രണ്ട് ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ഈ മല്ലയുദ്ധം ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയായ ഹിമാലയത്തെയും അതിൻ്റെ പിന്നിലുള്ള ടിബറ്റൻ പീഠഭൂമിയെയും രൂപപ്പെടുത്തി. ഭീമാകാരമായ ഒരു കാർ മറ്റൊന്നിലേക്ക് ഇടിച്ചു കയറുമ്പോൾ ലോഹങ്ങൾ വളയുന്നത് പോലെ ഇന്ത്യൻ ഫലകത്തിൻ്റെ ഭൂരിഭാഗവും യൂറേഷ്യൻ ഫലകത്തിനടിയിലേക്ക് തള്ളിക്കയറി. ഈ പ്രക്രിയയാണ് സബ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ കൂട്ടിയിടി എങ്ങനെ കൃത്യമായി സംഭവിച്ചു എന്നത് പതിറ്റാണ്ടുകളായി ഭൗമശാസ്ത്രജ്ഞർക്ക് ഒരു പ്രഹേളികയായിരുന്നു. പർവ്വതനിരകൾ രൂപം കൊണ്ടതിന് ശേഷം ഈ ഫലകങ്ങൾക്കിടയിൽ ഭൂമിയുടെ മാൻഡിലിംഗ് സംഭവിച്ച പ്രതിപ്രവർത്തനം എന്തായിരുന്നു? പഴയ സിദ്ധാന്തങ്ങളനുസരിച്ച് താരതമ്യേന സാന്ദ്രത കുറഞ്ഞ ഇന്ത്യൻ ഫലകം യൂറേഷ്യൻ ഫലകത്തിനടിയിലേക്ക് ഒറ്റ ബ്ലോക്കായി നീങ്ങുകയായിരുന്നു എന്നായിരുന്നു ധാരണ. എന്നാൽ പുതിയ ഗവേഷണങ്ങൾ ആ കാഴ്ചപ്പാടിനെ തകിടം മറിക്കുന്നു. ഈ നിർണായക കണ്ടെത്തലിന് പിന്നിൽ തെക്കൻ ടിബറ്റിലുടനീളമുള്ള 94 അത്യാധുനിക ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഉള്ളത്. ഭൂകമ്പ തരംഗങ്ങളുടെ വേഗതയിലും അതുപോലെ ചലനത്തിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ വിശകലനം ചെയ്താണ് ഗവേഷകർ ഭൂമിക്കടിയിലെ ഘടനാപരമായ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ശബ്ദതരംഗങ്ങൾ ഒരു മതിലിൽ തട്ടി പ്രതിധ്വനിക്കുന്നത് എന്നതുപോലെ ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ പുറന്തോടിലെയും മാൻഡിലിനെയും വിവിധ പാളികൾക്കുള്ളിൽ തട്ടി പ്രതിഫലിക്കുകയും അപവർത്തനം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഡേറ്റ വിശകലനം ചെയ്തപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് പ്രതീക്ഷിച്ചതുപോലെ ഒരൊറ്റ യൂണിറ്റായി നീങ്ങുന്നില്ലെന്ന് അവർ കണ്ടെത്തി. അവരുടെ കണ്ടെത്തലുകൾ പ്രകാരം ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് ഇപ്പോൾ 2 വ്യത്യസ്ത പാളികളായി പിളരുകയാണ്. താരതമ്യേന ഭാരം കുറഞ്ഞ മുകളിലെ പാളി യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ അടിത്തട്ടിൽ ഹൊറിസോണ്ടൽ ആയി മുന്നോട്ട് നീങ്ങുകയും ടിബറ്റൻ പുറന്തോടിന് താഴെയായി വലിഞ്ഞു മുറുകി നിൽക്കുകയും ചെയ്യുന്നു. ഈ പാളിയാണ് പീഠഭൂമിയുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നത്. ഇതിന് വിപരീതമായി സാന്ദ്രത കൂടിയതും ഭാരമേറിയതുമായ താഴത്തെ പാളി മുകളിലെ പാളിയിൽ നിന്ന് അടർന്നു മാറി ഭൂമിയുടെ മാൻഡിലിലേക്ക് താഴ്ന്നു പോകുകയാണ്. ഭൗമശാസ്ത്രത്തിൽ ഈ പ്രതിഭാസത്തെയാണ് ഡീലാമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു വലിയ ഐസ്ക്രീം സാൻഡ്വിച്ച് കടിച്ചെടുക്കുമ്പോൾ മുകളിലെ ബിസ്ക്കറ്റ് പൊട്ടിപ്പോകുന്നതും ഐസ്ക്രീം അടിയിലേക്ക് ഒലിച്ചിറങ്ങുന്നതും സങ്കല്പിക്കുക. അതുപോലെയാണ് ഇവിടെ ഇന്ത്യൻ ഫലകത്തിൻ്റെ താഴത്തെ ഭാഗം മാൻഡിലിലേക്ക് അടർന്നു പോകുന്നത്. ഈ ഡീലാമിനേഷൻ എന്ന പ്രതിഭാസം കേവലം ഒരു അക്കാദമിക് കൗതുകമല്ല. ഇതിന് ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂകമ്പ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. സാധാരണയായി ടെക്ടോണിക് ഫലകങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം പുറന്തള്ളപ്പെടുന്നത് ഭൂകമ്പങ്ങളിലൂടെയാണ്. ഡീലാമിനേഷൻ സംഭവിക്കുമ്പോൾ മുകളിലെ പാളിയിൽ സമ്മർദ്ദം വർദ്ധിക്കുകയും അതിൻ്റെ ഘടന ദുർബലമാവുകയും ചെയ്യാം. ഇത് ഹിമാലയൻ മേഖലയിൽ പ്രത്യേകിച്ച് ടിബറ്റൻ പീഠഭൂമിയുടെ തെക്കനറ്റത്ത് വലിയ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. ഭൂമിശാസ്ത്രപരമായ ഒരു സമയ ബോംബാണ് ഈ പിളർപ്പ് സജീവമാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മാൻഡിലിലേക്ക് താഴുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ ഭാഗം പിന്നീട് ചൂടാവുകയും ഉരുകുകയും ചെയ്യാം. ഈ ഉരുകിയ വസ്തുക്കൾ പിന്നീട് ഉപരിതലത്തിലേക്ക് ഉയർന്നു വരികയാണെങ്കിൽ അത് മേഖലയിൽ പുതിയ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. നിലവിൽ ടിബറ്റ് മേഖലയിൽ സജീവമായ അഗ്നിപർവ്വതങ്ങൾ ഇല്ല. എന്നാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഡീലാമിനേഷൻ പ്രക്രിയ ഭൂമിയുടെ ഉപരിതലത്തെ എങ്ങനെ മാറ്റി എഴുതുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. ഈ കണ്ടെത്തൽ കൂട്ടിയിടിക്ക് ശേഷം ഭൂമിയുടെ പുറന്തോടും മാൻഡിലും എങ്ങനെ പരിണമിക്കുന്നു എന്നതിനെക്കുറിച്ചിട്ടുള്ള നമ്മുടെ അടിസ്ഥാന ധാരണകളെ തിരുത്തും. ടിബറ്റൻ പീഠഭൂമിയുടെ രൂപീകരണത്തിന് കാരണം മുകളിലെ പാളി തിരശ്ചീനമായി തള്ളിക്കയറുന്നതിലൂടെയുള്ള ലംബമായ ഉയർച്ച മാത്രമാണോ?
അതോ താഴത്തെ പാളി അടർന്ന് മാന്റിലിലേക്ക് താഴ്ന്നു പോകുന്നത് ഉണ്ടാക്കുന്ന പ്രതിപ്രവർത്തനങ്ങളാണോ? ഈ പുതിയ അറിവുകൾ മറ്റ് സബ്ഡക്ഷൻ മേഖലകളെക്കുറിച്ച് പഠിക്കാനും ഭൂമിയുടെ ആഴത്തിലുള്ള പാളികളിലെ ചലനങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം നൽകാനും ശാസ്ത്രജ്ഞരെ സഹായിക്കും. ഇനി ഈ വാർത്തയുടെ വെളിച്ചത്തിൽ നാം പരിഭ്രാന്തരാകേണ്ടതുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. കാരണം ഇലക്ട്രോണിക് ഫലകങ്ങളുടെ ചലനം മനുഷ്യൻ്റെ കാലയളവിൽ സംഭവിക്കുന്ന ഒന്നല്ല. ഇത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാകുന്ന ഒരു ദീർഘകാല ഭൗമ പ്രക്രിയയാണ്. ഈ കണ്ടെത്തൽ ഒരു യാഥാർത്ഥ്യമായ പ്രതിഭാസമാണ്. എന്നാൽ ഇതിൻ്റെ പരിണിത ഫലങ്ങൾ ഭൂമിശാസ്ത്രപരമായ കാലയളവിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ പ്ലേറ്റിൻ്റെ വിഘടനം ഭൂഖണ്ഡങ്ങളുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷം നമ്മുടെ കാലിനടിയിൽ ഭൂമി സ്വയം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിബറ്റിനടിയിലെ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ഡീലാമിനേഷൻ വെളിപ്പെടുത്തുന്നത് ഒന്നു മാത്രം: നമ്മുടെ ഗ്രഹം ഒരു നിശ്ചലമായ പന്തല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷങ്ങളായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സജീവ സംവിധാനമാണ്. ഈ കണ്ടെത്തൽ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ട് പ്രധാന കാര്യങ്ങളാണ്. അതിലൊന്ന്, ഭൂമിയുടെ ആഴത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കിപ്പോഴും ഒരുപാട് പഠിക്കാൻ ബാക്കിയുണ്ട്. രണ്ടാമതായി, ഹിമാലയൻ മേഖലയിലെ ഭൂകമ്പ സാധ്യതകളെക്കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലുകൾ കൂടുതൽ കർശനമാക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ്. ചുരുക്കത്തിൽ, ഹിമാലയം രൂപപ്പെട്ടതുപോലെ തന്നെ അവിശ്വസനീയമായ ഒരു പ്രക്രിയയാണ് ടിബറ്റിനടിയിൽ അരങ്ങേറുന്നത്. ഭൂമിയുടെ ഈ നിശബ്ദ യുദ്ധം തുടരുകയാണ്. അതിൻ്റെ പരിണിത ഫലങ്ങൾ കാണാൻ മനുഷ്യൻ ജീവിച്ചിരിക്കില്ലായിരിക്കാം. എങ്കിലും നമ്മുടെ ഭൂമിയുടെ ചരിത്രത്തിൻ്റെ ഒരു നിർണായക നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഈ പഠനം നമുക്ക് അവസരം നൽകുന്നുണ്ട്.